ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ കരിയർ ഫ്യൂച്ചർ, ഇപ്പം നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നോക്കുന്നതല്ല. നിങ്ങളുടെ കരിയറിൽ ഫ്യൂച്ചർ എന്താണ്, ഇപ്പം കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളുടെ കരിയർ എന്താകും എന്നുള്ള ഒരു ഫ്യൂച്ചർ റീഡിംഗ് ആണ്. സോ ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് കാമായിട്ടിരുന്ന ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സലുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ കരിയർ റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണേ. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം. യുവർ കരിയർ റീഡിംഗ്, കരിയർ ഫ്യൂച്ചർ റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയർ ഫ്യൂച്ചർ റീഡിംഗ് എന്താണോ കാർഡിൽ കാണിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാരുടെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം കാർഡ്സ് എടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ നിങ്ങളുടെ ജീവിതത്തിൽ വിധിപ്രകാരം വന്ന ജോലിയോ, അല്ലെങ്കിൽ നിങ്ങൾ സാഹചര്യം, ഒരുപാട് പേര് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചെയ്യുന്ന ജോലിയായിരിക്കണം. ഒരുപാട് പേര് ജോലി ചെയ്യുന്നില്ല, ഒരുപാട് പേര് വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സ്പിരിച്വാലിറ്റി, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനറിയാം നിങ്ങളുടെ വേ എന്താണ്, നിങ്ങളുടെ ജോലി എന്താണ്. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരിക്കലും ഇതല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ജോലി ഇതല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ചില കെട്ടുപാടുകൾ, ജീവിതത്തിൻ്റെ ചില സമ്മർദ്ദം മൂലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സാഹചര്യം മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്ന സിറ്റുവേഷൻസ്, ഐ തിങ്ക് ഞാനിവിടെ പറയാനുള്ള സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യേണ്ട ജോലി ഇതല്ല. നിങ്ങൾ ചെറുപ്രായത്തിലെ നിങ്ങൾ ആഗ്രഹിച്ച് പഠിച്ച് വളർന്ന് നിങ്ങൾക്ക് നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, എക്സ്ട്രാ ആക്ടിവേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ള പിള്ളേരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ച സമയത്ത് ഭയങ്കര ബ്രില്യൻ്റ് ആണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, നിങ്ങൾക്ക് കരിയർ സെറ്റിലാവാത്തതിന്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കരിയറിൽ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് ഫിനാൻസ് പരമായാലും, അതുമാത്രമല്ല സ്പിരിച്വൽ പരമായാലും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവലായാലും, നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലും ഫ്രസ്ട്രേഷനാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിനറിയാം, നിങ്ങളുടെ സോളിനറിയാം നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇതല്ല, ഇത് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ചെയ്യുന്ന ജോലിയല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ പെട്ടുപോയി നിൽക്കുന്ന ജോലിയാണ്. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രഷറുണ്ട്, ഒരുപാട് കെട്ടുപാടുകളുണ്ട്, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് നിൽക്കുന്നതാണ് എന്നുള്ളതായിട്ടാണ് കാണുന്നത്. സോ കാർഡ് കാണുന്നത് എന്താണോ അത് ഞാൻ പറയുന്നുണ്ട്.
സോ ഒരുപാട് കെട്ടുപാടലുണ്ട്. മേ ബി ഫാമിലി റിലേറ്റഡ് ആയിട്ട് മക്കളെ വളർത്താനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മക്കളെ വളർത്താനും നിങ്ങളുടെ സാമ്പത്തിക ശേഷി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ജോലി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ല കരിയറിൽ എന്താ പറയുക, ഒരു നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ലൈഫിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ ഒരു ജോലി വേണം. സോ അതുകൊണ്ട് പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, വേറെ ആഗ്രഹങ്ങൾ വരുന്നുണ്ട്, വേറെ പാഷൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ഫിനാൻസ് വെച്ചിട്ട്, ഈ ഒരു പേയ്മെൻറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ഞാൻ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് ചെറുപ്രായത്തിലെ ആഗ്രഹങ്ങൾ കൊണ്ട് ജീവിച്ച വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഇപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ചില വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വന്നത് ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻസ് ആണ്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കിട്ടിയ സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം അങ്ങനെ തന്നെ സ്റ്റക്കായി പോയ സിറ്റുവേഷൻസ്, ആ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മറ്റ് ചിലർ ചെയ്ത് കാണുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അതായത് നിങ്ങൾ ചെറുപ്രായത്തിൽ ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കാരനാവണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എഫേർട്ട് എടുത്തില്ല. അപ്പം വേറൊരാൾ ക്രിക്കറ്റ് കളിച്ച് അവൻ കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പം കിട്ടുന്ന ഒരു ഫ്രസ്ട്രേഷൻസ് ഇവിടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് പാഷനേറ്റായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടില്ല. നിങ്ങളത് ത്യജിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറന്നു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് മറന്നു, അല്ലെങ്കിൽ എന്താ പറയുക, സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറ്റി വെച്ചു, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. കാരണം എന്തിനൊക്കെ വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചതായിട്ട് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, സമയം പോയതിന് ഫ്രസ്ട്രേഷൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളതായിട്ടൊരു സിറ്റുവേഷൻസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്നൊരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അത് ഭയങ്കരമായിട്ടുള്ളൊരു പാടായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ കെട്ടുപാടുകളിലാണ് പിണഞ്ഞ് കിടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, ഒരു കുറച്ചധികം പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പരിമിതിയുണ്ട്, എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ പറയുന്ന ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻസാണ്. വിധി നാളെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണോ ടേൺ ആവാൻ പറ്റും. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ ദൈവം കാണുന്നില്ലേ എന്നുള്ളൊരു സിറ്റുവേഷൻസ്. നിങ്ങളുടെ ഒരു നല്ലൊരു ടൈം പീരീഡ് നിങ്ങൾക്കുണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് അർമാദിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കരിയറിൽ നിങ്ങളുടെ ഒരു നല്ലൊരു സമയം ആ ടൈമിൽ നിങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ. അത് നിങ്ങൾ ഈവൻ ഗ്ലാമർ പരമായിട്ടായിരിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് കണ്ണീർ കമ്പര ദൃശ്യദോഷം കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമൂലം, അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന കഴിവിനെ കണ്ണ് വിട്ട് നിങ്ങളുടെ കഴിവ് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ആ ഉണ്ടായിരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര ഗ്ലാമർ ഉണ്ടായിരുന്നു കാണും. നിങ്ങളെ പിറകെ ഒരുപാട് ആൾക്കാർ നടന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കഴിവ് കണ്ട് ഒരുപാട് പേര് ഇൻസെക്യൂർഡ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്രത്തോളം മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവ് കണ്ട് ഒരുപാട് ജലസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളൊക്കെ മേ ബി അതിൻ്റെ അഹങ്കാരം കാണിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കല്യാണത്തിന് ശേഷം, മാരേജിന് ശേഷമാണ് പ്രോപ്പർലി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മാരേജിന് ശേഷമാണ്, ഇപ്പം ആണുങ്ങളായാലും ലേഡീസ് ആയാലും ബോയ്സ് ആയാലും മാരേജിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫ് ടേൺ ആയത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ആഗ്രഹിച്ച് വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയത്, അല്ലെങ്കിൽ ഫുള്ളി പോയത്, നിങ്ങളുടെ ഒരു ടൈം തന്നെ മാറിയത് മാരേജിന് ശേഷമാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാരേജ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയും ടൈം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്താ, ഞാൻ വന്നില്ല, ഞാൻ ആ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ജസ്റ്റ് ആ കാർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കരിയർ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് മേജർലി ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയല്ല ഒരിക്കലും നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉറപ്പ് തരാം. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ജോലി നിങ്ങളിൽ നിന്ന് മാറും. ഈ ജോലി എന്താണോ അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി, ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അതിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങൾ എന്താ പറയുക, പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വരെ പറ്റുന്ന, ഇപ്പം നിങ്ങൾ നേഴ്സാണെങ്കിലും നിങ്ങളുടെ ജൂനിയറിന് വരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റസി ആവും. അതായത് നമുക്ക് ലഹരി എന്ന് പറയും. ഈ ഒരു ജോലി കഴിയുന്ന സമയത്ത് നിങ്ങൾ വേറൊരു ജോലിയോട്ട് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെമ്പലുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ അതെങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഓക്കെ. അപ്പം ഈ എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലഹരിയാണ്. അതായത് നിങ്ങളൊരു ജോലി ചെയ്ത് അതിൻ്റെ എല്ലാ തലവും പഠിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത്, ഇപ്പം നിങ്ങളൊരു ഫിലിം ആക്ടർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളെ എൻജോയ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുന്ന സമയത്ത് ഇപ്പം നിങ്ങളൊരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് കയറി ഒരുപാട് യാതനകളും ഒരുപാട് പ്രശ്നങ്ങളും സഹിച്ച് അവിടെ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലും കോമ്പറ്റീഷനും എല്ലാം കഴിഞ്ഞ് വേണം, നേഴ്സ് പ്രാക്ടിക്കൽ എല്ലാം കഴിഞ്ഞ് വേണം നിങ്ങളവിടെ എത്താൻ. അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പ്രാക്ടീസ് ബ്രീഫ് കണ്ടംപ്റ്റ്, അതായത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ വരുന്ന ജൂനിയേഴ്സിന് പഠിപ്പിച്ച് കൊടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്താണ് വേണ്ട, അതിൻ്റെ ആ ഹോസ്പിറ്റലിൽ എന്താണ് നടക്കണമെന്ന് ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ആ ലൂപ്പിലാകുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാൻ പറ്റും. അതായത് ഫുള്ളി റിക്കവർ ആവും. നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. ബട്ട് നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ എങ്ങനെ ചെയ്യണം എന്ന് സഡൻലി നിങ്ങളെ ബ്രെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളെല്ലാം ചേഞ്ച് ആവും, നിങ്ങൾ പ്രാക്ടിക്കലി ചേഞ്ച് ആവും. അതേ കണക്ക് തന്നെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം ആക്ടറിനാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ രീതിയിലും മുന്നോട്ട് പോയി അവന് അതിൻ്റെ എക്സ്റ്റസി ആവുന്ന സമയത്ത്, അതായത് അതിൻ്റെ ഒരു ദീർഘം, അതായത് അതിൻ്റെ ഒരു ലഹരി കിട്ടി തീരുന്ന സമയത്ത് ഫുള്ളി ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങും. അതായത് അടുത്തത് വാട്ട് നെക്സ്റ്റ് എന്ന് അറിഞ്ഞുകൂടാതെ ഭയങ്കരമായിട്ടും പാനിക് ആവാൻ വേണ്ടി തുടങ്ങും. ഇതിൻ്റെ ഒരു പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. ഒരു ഭയങ്കര എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര ലഹരിയാണ്. സോ അടുത്തത് എന്ത് എന്നുള്ളൊരു വെമ്പലുണ്ടാകും. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. കാരണം എന്ന് പറയുന്നത് സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പിടിച്ച് നിൽക്കേണ്ടി വരും. കാരണം ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റാതെ നിൽക്കേണ്ടി വരും. ചില ആൾക്കാർ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ അത് വരും. ഇപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ബിസിനസ്സാണ്, ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് കഴിഞ്ഞ സമയത്ത് എങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ ലൈഫിൽ സ്പിരിച്വാലിറ്റി വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് കടക്കുകയായിരുന്നു, അല്ലെങ്കിൽ വിധിപ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹപ്രകാരം ഞാൻ ഇതിലോട്ട് കടന്നു. ഒരുപാട് ആൾക്കാർ ജോലി വരെ കിറ്റ് ചെയ്തിട്ട് ഒരു പണിയില്ലാണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. സീരിയസ്ലി എനിക്കറിയാം. ഒരു കാരണവും ഇല്ലാതെ, ഒരു തെളിവും ഇല്ലാതെ വെറുതെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം. സീരിയസ്ലി അത് ഞാൻ അങ്ങനെ സ്പിരിച്വാലിറ്റിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നൊന്നുമല്ല. സീരിയസ്ലി ഞാൻ തുറന്ന് പറയുന്നത് അങ്ങനെയും ഉണ്ട് ചില ആൾക്കാർ. അതായത് ബോധം തലയിലാണോ എവിടെയാണ് ഇരിക്കണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാതെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരെയും എനിക്കറിയാം. ബിസിനസ്സിന് വേണ്ടിയിട്ട് കളിക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കളിക്കുന്ന ആൾക്കാരറിയാം. പക്ഷേ കർമ്മ എന്ന് പറയുന്ന സാധനം യൂണിവേഴ്സ് അത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മളത് യൂണിവേഴ്സിനെ വെച്ച് കളിച്ചിട്ടുള്ള ആരും ഇന്നേ വരെ ഒരു പ്രോപ്പർ വേയിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ പൈസയ്ക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും, ഞാൻ പറഞ്ഞ കരിയർ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. പണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരാളെ പറ്റിച്ചോ അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി നോക്കരുത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചൊരു ടൈം പീരീഡ് നിങ്ങളുടെ വിധി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫ് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. നിങ്ങളുടെ ഏജിനും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളുടെ വിധി മാറാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയം നിങ്ങൾ മേ ബി അവേക്കനിങ് ആവും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ ചുറ്റുപാട് മാറും, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ മാറും. നിങ്ങളെ ചതിച്ചിട്ട് പോയ ആൾക്കാരെല്ലാം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ എനർജി ടോട്ടലി ചേഞ്ച് ആവാൻ വേണ്ടി ശ്രമിക്കും. സോ ഇവിടെ കാണാൻ പറ്റിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഹീലിംഗ് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത്
നിങ്ങളടുത്ത് വന്ന് കാര്യം പറയുമ്പം അല്ലെങ്കിൽ നിങ്ങളടുത്ത് വന്നിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ നിങ്ങളടുത്ത് വന്നിരുന്ന് കാര്യം പറയുന്ന സമയത്ത് ഓക്കെ ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ കൂടുതലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ മേജർലി കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ടൈം ആവുന്ന സമയത്ത് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ഇൻഫ്ലെയിം ചെയ്യണം ഇവരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം മാറുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ടീം വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. കഴിഞ്ഞ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും. ആ വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് പഠനങ്ങളുണ്ടാവും. ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയാസ് ഉണ്ടാകും. അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും ചേർന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് അല്ലേ. ഇവരുമായിട്ടാണ് ഇപ്പം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുമായിട്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു സംഗതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. സോ ഇതിനു പുറമെ നിങ്ങൾക്കൊരു ടൈം പീരീഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സും നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റുകളും നിങ്ങളുടെ ലൈഫിൽ വരും. സോ നിങ്ങൾക്കപ്പോൾ ദീർഘമായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടാവും. ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പോവേണ്ടത് എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ളൊരു ദീർഘവീക്ഷണം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഫിലിം ഫീൽഡിൽ ഫിലിം ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ വെച്ച് കാണുന്ന സമയത്ത് രണ്ടുപേര് തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ പെട്ടെന്ന് കണക്റ്റഡ് ആവും. ഒരാൾ കഥ എഴുതുന്ന ആളായിരിക്കും, ഒരാൾ അഭിനയിക്കാൻ നിൽക്കുന്ന ആളായിരിക്കും, വേറൊരാളെ കൂട്ടുകാരനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ ഡയറക്ടർ ആവാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഒരുമിച്ച് ഉള്ളൊരു മാനിഫെസ്റ്റേഷൻ മൂന്ന് പേരും കറങ്ങിത്തിരിഞ്ഞ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു ജോലി തേടി നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഒരുപാട് നോക്കി ഒരുപാട് പഠിച്ച് ഒരുപാട് അറിവും കാര്യങ്ങളും മറ്റുള്ളവരെക്കാട്ടി നോളജും കാര്യങ്ങളും കാലിബറും എല്ലാം ഉണ്ട്, പക്ഷേ ഫിനാൻസ് മാത്രം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിന്നിട്ട് നിങ്ങൾക്ക് അതിൽ അപാര അറിവുണ്ട്, അപാര നോളജ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൽ വേണ്ട രീതിക്കുള്ള എക്സ്പീരിയൻസ് വേണ്ട രീതിക്കുള്ള റെക്കഗ്നൈസേഷൻ റിവാർഡോ കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് ചിന്തകളുണ്ട്. നിങ്ങളെ പിന്നെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്വിറ്റ് ചെയ്ത് കാണാം എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ടുള്ള കാൽവെപ്പാണ് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടാത്തത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയത്തുള്ളൂ ഡിവൈൻ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഡിവൈൻ ഒരിക്കലും എടുത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയത്തില്ല. നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് കോമ്പറ്റീഷൻ ഫീൽഡിൽ നിങ്ങളെ അടിച്ചമർത്തി താഴോട്ടിട്ടിട്ട് മേളിലോട്ട് കയറാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എതിരാളികൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എന്നതിന് നിങ്ങൾ ദുർബല മനസ്സാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളെ എഗെയിൻസ്റ്റ് ആക്കി, അതായത് നിങ്ങളെ എന്ന് തൊട്ട് നിങ്ങളെ എഗെയിൻസ്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. മറ്റൊരാളുടെ കാര്യങ്ങളോ ഒന്നും നോക്കാൻ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നു. ആ സമയം തൊട്ട് നിങ്ങളുടെ വേ നിങ്ങൾക്ക് തുറന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഡെത്ത് ആൻഡ് റീബർത്താണ്. അതായത് പുതു ജന്മം കിട്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സ്പിരിച്വൽ ലെവലിലാണ് അത് ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ പേരെടുത്ത് പറയണമെങ്കിൽ എനിക്ക് 1-2 ലേഡീസിൻ്റെ പേര് എനിക്ക് അറിയാം, പക്ഷേ ഞാനത് പറയത്തില്ല. ഭയങ്കര ഫെയിമാണ് അവർ. പക്ഷേ ഡെത്ത് ആൻഡ് റീബർത്താണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ആ ആക്സിഡൻറ്റിൽ അവേക്കനിങ് ആയി ഒരുപാട് പണം ഉണ്ടാക്കുന്ന സ്പിരിച്വാലിറ്റിയിൽ നമുക്കറിയാൻ പറ്റും. അതൊന്ന്. പിന്നെ ഒരു തമിഴ് നടനുണ്ട്. ഒരു വലിയൊരു ട്രോമ ആളുടെ ലൈഫിലുണ്ട്. ആ ട്രോമയിൽ നിന്നും ഡെത്ത് ആൻഡ് റീബർത്തായിട്ട് ഇന്ന് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകുന്ന മാനിഫെസ്റ്റേഷൻ അതൊരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കരിയർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്കാ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മളെ തമിഴ് നടൻ വിജയ് നിങ്ങൾ നോക്കിയാൽ മതി. തമിഴ് നടൻ, അതായത് മന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ മന്ത്രിയായ ആൾ, അതായത് മന്ത്രി ആയിട്ടാണ് സംസാരിച്ചത്. നിങ്ങളിപ്പോൾ പോയി വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. എല്ലാം പ്രഖ്യാപിച്ച്, അതായത് മന്ത്രി ആവുന്നതിന് മുന്നേ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുമോ? അതായത് ഞാൻ ഇത് ചെയ്ത് തന്നു നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു തന്നു, ഞാൻ തന്നെയാണ് ഇവിടുത്തെ, അതായത് നിങ്ങൾ അതിൻ്റെ എല്ലാം എടുത്ത് നോക്കിയാൽ മിനിസ്റ്റർ തന്നെയാണ്. അതായത്
ഇപ്പം അത് മിനിസ്റ്ററായിട്ട് കുറച്ച് നാളായില്ലേ. സോ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡ് എടുത്ത് നോക്കിയാൽ മതി. അവൻ്റെ മനസ്സിൽ അവൻ മിനിസ്റ്ററാണ്. എല്ലാ സ്ഥലത്തും പോയി നിന്നിട്ട് അവൻ അതായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവൻ്റെ മൈൻഡിന് അല്ലെങ്കിൽ അവൻ ആ യൂണിവേഴ്സിലും തന്നെ അവൻ ധരിപ്പിച്ചു അവൻ ആ ഒരു മിനിസ്റ്റർ ആണ് എന്നുള്ളത്. സോ അവൻ്റെ മാനിഫെസ്റ്റേഷൻ പക്ക ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷനാണ്. ഡീപ്പിലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, അതായത് പ്രാക്ടിക്കലി ഉള്ള മാനിഫെസ്റ്റേഷനാണ്. എല്ലാ സ്ഥലത്തും പോയിട്ട് അവൻ മിനിസ്റ്ററായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അവൻ്റെ എനർജി, അവൻ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ അവനതായി ആ യൂണിവേഴ്സ് അവന് അത് കൊടുത്തു എന്നുള്ളതാണ് പക്ക മാനിഫെസ്റ്റേഷനാണ്. ഓക്കെ, പിന്നെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും ഒരു എതിരാളി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിട്ടുകളയാൻ വേണ്ടി ശ്രമിക്കരുത്. ചിലപ്പം നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ? ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരുപാട് പ്രോബ്ലംസും എല്ലാം തരണം ചെയ്ത് തന്നെയാണ് എല്ലാവരും ഒരു പരിധി അല്ലെങ്കിൽ എല്ലാവരും എത്തുന്നത്. തളർന്നു പോയി വീണു പോയി എന്ന് പറഞ്ഞ് വീഴുന്ന സമയത്ത് ഡിവൈൻ പവറുള്ള ആൾക്കാർക്ക് മാത്രമേ വന്ന് ദൈവം സഹായിക്കത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർ വീണുകൊണ്ട് വീണ് തന്നെയാണ് നടക്കാൻ പഠിക്കുന്നത്. സോ നിങ്ങളുടെ ആഗ്രഹം ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ആഗ്രഹങ്ങൾ നിങ്ങൾ സബലീകരിക്കാൻ വേണ്ടി നോക്കുക. കാരണം ബൈബിളിലൊരു വചനം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആഗ്രഹം നീ സബലീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാളും കഴിവുള്ള ഒരാൾക്ക് നിൻ്റെ ആഗ്രഹം ഞാൻ കൊടുക്കും. കാരണം ആ സമയം ചിലവാക്കുക. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ വേറൊരാൾ വന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണേണ്ടിയും വരും. അതൊരു കർമ്മയായിട്ട് വരിക, നിങ്ങളുടെ സോളിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് മാറും, ട്രോമയായിട്ട് മാറും. സോ അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഓരോ ഹ്യൂമൻ ബീങ്സിന് ഓരോ കഴിവുണ്ട്. ആ കഴിവ് യൂട്ടിലൈസ് ചെയ്യൂ. നമുക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ കഴിവ്. ഇപ്പം എനിക്കൊരു കഴിവുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കഴിവുണ്ട്, അതും എനിക്ക് കാണാൻ ഇടയാവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ തോന്നി ഭൂമിയിൽ കാണിച്ച്, അല്ലെങ്കിൽ അതിനെ ഒന്നും ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പൈസ നേടുന്നതിലൊന്നുമല്ല, പൈസയും വരും. നിങ്ങൾ കരിയറിൽ ഒരുപാട് ആൾക്കാർക്ക് ഫിനാൻസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നില്ല. ആത്മാർത്ഥതയോടെ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും. അതൊരു 1000 രൂപ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിയാം. അഭിനയിക്കാനുള്ള കഴിവായിരിക്കാം, പല സ്കില്ലാണ്. ഓരോരുത്തർക്കും ഓരോ ശരീര രീതി, ഓരോ അത്ലറ്റിക് ആയിരിക്കാം. അതൊക്കെ പല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും പല രീതിക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ടൈം വിടാകുമ്പോൾ മാറും. അതായത് നിങ്ങൾ തീ കൊണ്ട് കളിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ സൂര്യനെ തേടി പോകാൻ വേണ്ടി തുടങ്ങും. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിത് ഒട്ടും പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കിത് മടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വിധിപ്രകാരം അതിലോട്ട് എത്തേണ്ടി വരും. നിങ്ങളുടെ പർപ്പസ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ പർപ്പസിലോട്ട് നിങ്ങൾ പോകേണ്ടി വരും. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ സോൾ ഒരുപാട് ഫെയിം ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഇൻറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഒരു നല്ലൊരു ഒരു എന്താ പറയുക, ആൾക്കാർ നിങ്ങളെ ഇൻസ്പിറേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ സോളിന് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത്, നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ, റിവാർഡ് നിങ്ങൾക്ക് വേണം. നിങ്ങളൊരു ഫയർ എനർജിയാണ്. നിങ്ങളുടെ വാട്ടർ സൈൻ മാറി നിങ്ങൾ ഫയർ എനർജിയിലോട്ട് സാഹചര്യം മാറ്റണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ തീ കനലാണെന്നുണ്ടെങ്കിൽ അത് തീയായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുക, പ്രാക്ടിക്കലി നിങ്ങൾ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകും. ഇവിടെ മെയിൻലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉടനെ ഒരു യാത്ര പോവേണ്ടി വരും. യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി സ്ഥലമൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ജോലി ചെയ്യുന്നത്. ഉടനെ നിങ്ങളെ സംബന്ധിച്ച് വേറൊരു ജോലി സ്ഥലത്തോട്ട് പോകുന്നവരെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഇനി നിൽക്കാൻ ചാൻസസ് കുറവായിരിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ട്, സ്ഥലം മാറുന്നുണ്ട്, അതായത് ഡെസ്റ്റിനേഷൻ മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരുപാട് കഴിവുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പാട്ട് പാടാൻ കഴിവുള്ള, ഡാൻസ് കളിക്കാൻ കഴിവുള്ള, അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ളത്, പല സ്കില്ലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സീരിയസ്ലി പല സ്കില്ലുള്ള പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ആ സോള് ഇറങ്ങിപ്പോയി വേറുള്ളവർക്കാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുകയാണ്. ആ സോള് സ്വന്തം കഴിവിനെ പൂട്ടി ഇട്ട്, അല്ലെങ്കിൽ പട്ടിക്കുട്ടീനെ വളർത്തും കണക്ക് തടങ്കിലിട്ട് വളർത്തുന്ന സോള്, ആ സോള് പോയിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നിങ്ങളുടെ കാലിബർ എന്താണോ, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് 1% നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർക്ക് യൂട്യൂബ് തുടങ്ങണം എന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂണിവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും ചെയ്യാതെ, യൂട്ടിലൈസ് ചെയ്യാതെ
പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, മടി, ആര് കണ്ട എന്തെന്ന് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. നിങ്ങളെക്കാളും ഒട്ടും കഴിവില്ലാത്ത ആൾക്കാരൊന്നും ചെയ്തിട്ട് പോകും. സീരിയസ്ലി ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാളും ഒട്ടും ലുക്കില്ലാതെ, നിങ്ങളെക്കാട്ടും ഒട്ടും കഴിവില്ലാത്ത ആൾക്കാർ നിങ്ങളെ ഫ്രണ്ടിൽ ഒന്ന് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കതിൻ്റെ കർമ്മ മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന, പെയിൻ മനസ്സിലാവത്തുള്ളൂ, നിങ്ങളുടെ സോൾ എത്രത്തോളം വേദനിച്ചു എന്നുള്ളത്. അത് എല്ലാ രീതിയിലും അതങ്ങനെയാണ്. അപ്പം പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എത്ര പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നീ എത്ര വലിയ പ്രോബ്ലംസ് അനുഭവിച്ചു, അതിനേക്കാളും വലിയ നീ എത്ര രീതിക്ക് നീ തരണം ചെയ്തു, നിൻ്റെ ഫ്രണ്ടിൽ വന്ന കാര്യങ്ങൾ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, നീ ഒളിച്ചോടാണ്ട് നീ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ലൈഫിൽ ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു സക്സസ് വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഒന്നിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്ന് അറിയാൻ പറ്റാതെ നിങ്ങളെ താഴ്ത്തി കിട്ടും. അതായത് അത് നെഗറ്റീവ് ശക്തികളാണ്. അത് നിങ്ങളെ യൂണിവേഴ്സ് തളർത്തുന്നതല്ല. ഇപ്പം ഞാൻ തന്നെ റീഡിങ്ങിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ശക്തികൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കണ്ണിറക്കം, ദൃശ്യദോഷം, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ യൂണിവേഴ്സിനെ കുറ്റം പറയും, യൂണിവേഴ്സ് എന്ത് ചെയ്തു, പിന്നീട് റിയലൈസ് ചെയ്യുമ്പോഴാണ് ഇത് യൂണിവേഴ്സിൻ്റെ കുറ്റമല്ല, അത് മനുഷ്യന്മാരാൽ നമുക്ക് കിട്ടുന്ന ചില സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അപ്പം അതിനെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് മാജിക് എല്ലാ സംഭവം ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ ലൈഫിൽ ബാധിക്കാണ്ട് നമ്മൾ തന്നെ നമ്മളെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സംഭവത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് ആണ്, അത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയാണ്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് കിട്ടും, പിന്നെ കുറച്ച് പോസിറ്റീവ് കിട്ടും. അപ്പം നിങ്ങൾ ചിന്തിച്ച് അത് വേണ്ട, എന്തായാലും നടക്കൂല എന്നും പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേ അത് അതിജീവിച്ച് കഴിഞ്ഞാലേ നിങ്ങളെ സംബന്ധിച്ച് അത് കിട്ടത്തുള്ളൂ. അത് എക്സാം ആയാലും, കരിയർ റിലേറ്റഡ് ആയാലും, ഇൻ്റർവ്യൂ ആയാലും, എല്ലാം 1, 2, 3, 10, 30 തവണ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം, അല്ലെങ്കിൽ 15 തവണ എന്താ പറയുക IELTS എഴുതുന്ന ആൾക്കാരെ എനിക്കറിയാം. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലൂപ്പിൽ പെടുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ടൈം പീരീഡ് ആവുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ കണക്കൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഫുള്ള് നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. അതായത് ഇപ്പം എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 20 ഇൻ്റർവ്യൂവിന് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂവർ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതൊരു എക്സ്പീരിയൻസ്ഡ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങളിപ്പം ഭയങ്കരമായിട്ടും നിങ്ങളിപ്പം ഒരു ഹോസ്പിറ്റൽ, ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നതാണ് ഇപ്പം ഞാൻ ടോട്ടലി അങ്ങ് പറയുന്നതാണ്. ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യം പോകുന്നു, എന്താണെന്ന് അറിയാൻ പറ്റില്ല, അടിച്ചമർത്തുന്നു, താഴ്ത്തി കെട്ടുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെടുന്നു. പിന്നെ നിങ്ങളുടെ ജൂനിയർ വരുന്ന സമയത്ത് അവരെ അടിച്ചമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കതൊരു ഹാപ്പിനെസ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം എഴുതി വയ്ക്കും, ഒരു സിഗ്നേച്ചർ ഒപ്പിട്ട് വയ്ക്കും. അതിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾ പോലും അറിയാത്തൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെയുള്ളൂ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഈ ഒരു റീഡിങ്ങും തോന്നുന്നുള്ളൂ. അല്ലാണ്ട് എക്സാക്റ്റ് കരിയർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കരിയർ റീഡിങ് എടുക്കുന്നതിൽ കാര്യമില്ലാണ്ടാവുമല്ലോ. കാരണം എക്സാക്റ്റ് കരിയർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. സോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.